പരിശുദ്ധ റമദാനിൽ നോമ്പിന് എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്, നിയ്യത്ത് ചെയ്യുന്നതിൻ്റെ ശരിയായ രൂപം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമ്മുടെ മദ്ഹബ് അനുസരിച്ച് അഥവാ ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് നിയ്യത്ത് എന്നുള്ളത് നിർബന്ധമാണ്. ഏത് ഫർളായ ഇബാദത്തിനും നിയ്യത്ത് നിർബന്ധമാണത്. നിസ്കാരമാണെങ്കിലും അതുപോലെ തന്നെ നോമ്പാവട്ടെ, ഹജ്ജാവട്ടെ, സക്കാത്താവട്ടെ, അതിനൊക്കെ നിയ്യത്ത് നിർബന്ധമാണ്. എന്നാൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിയ്യത്ത് എന്നുള്ളത് പറയലല്ല, അത് മനസ്സിൽ കരുതലാണ്. നമ്മൾ നിയ്യത്ത് പറയുക എന്നുള്ളത് സുന്നത്ത് മാത്രമാണ്, സുന്നത്തായ കാര്യമാണ്. പറഞ്ഞു വന്നത് നിയ്യത്ത് പറയുന്നതിനേക്കാളും പ്രാമുഖ്യം മനസ്സിൽ കരുതുന്നതിനാണ്. ആ നിയ്യത്തു ഫിൽ ഖൽബി, നിയ്യത്ത് എന്നുള്ളത് ഹൃദയത്തിൽ മനസ്സിൽ വരേണ്ട കാര്യമാണ്. നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ ഈ തറാവീഹിക്ക് ശേഷം ഇമാമ് നിയ്യത്ത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ചില ആളുകളൊക്കെ അതൊരു അശ്രദ്ധയോടെ കേട്ട് എവിടെയെങ്കിലും ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ പറയുന്ന കാര്യം കൃത്യമായിട്ടും മനസ്സിൽ നിയ്യത്ത് നിർബന്ധമായിട്ടും ഉണ്ടാവണം. നമ്മൾ നിയ്യത്ത് പറഞ്ഞത് മാറിപ്പോയെങ്കിലും നമ്മുടെ നിയ്യത്ത് മനസ്സിൽ കരുതിയത് കൃത്യമാണെങ്കിൽ ആ ഇബാദത്ത് ശരിയാണ്. ഉദാഹരണത്തിന് ളുഹർ നിസ്കരിക്കുന്ന ഒരു വ്യക്തി, അയാൾ നിയ്യത്ത് പറയുന്ന സമയത്ത് ഫർളാക്കപ്പെട്ട അസ്ർ നിസ്കാരം ഇമാമോടുകൂടി ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ അയാളുടെ മനസ്സിലുണ്ടായിരുന്നത് ഫർളാക്കപ്പെട്ട ളുഹർ നിസ്കാരം എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആ നിസ്കാരം, ആ ഇബാദത്ത് ശരിയാണ്. ഇനി നേരെ മറിച്ചാണെങ്കിൽ ളുഹർ നിസ്കരിക്കുന്ന വ്യക്തി ളുഹർ നിസ്കാരം ഫർളാക്കപ്പെട്ട ളുഹർ നിസ്കാരം എന്ന് തന്നെയാണ് പറഞ്ഞത്, പക്ഷേ മനസ്സിൽ കരുതിയതോ അസ്റാണ്. അങ്ങനെയാണെങ്കിൽ ആ നിസ്കാരം പൂർണ്ണമായിട്ടും ബാത്തുലാണ്. അതുകൊണ്ട് ഏതൊരു വിഭാഗത്തിനും നിയ്യത്ത് ചെയ്യുന്ന സമയത്ത് നിയ്യത്ത് മനസ്സിൽ നിർബന്ധമായിട്ടും ഉണ്ടാവണം. നമുക്കറിയാം, നമ്മുടെ ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് റമദാൻ നോമ്പിന് തലേന്ന് രാത്രിയിൽ തന്നെ നിയ്യത്ത് ചെയ്യുന്നതാണ്, നിർബന്ധമാണ്. എന്നാൽ സുന്നത്ത് നോമ്പുകളെ സംബന്ധിച്ചിടത്തോളം പകലിന്റെ തുടക്കത്തിൽ നിയ്യത്ത് ചെയ്താൽ മതി. എന്നാൽ രാത്രിയിൽ ഒരാൾ നിയ്യത്ത് ചെയ്യാൻ മറന്നുപോയാൽ പിറ്റേ ദിവസം പകലിൽ സാധാരണ നോമ്പുകാരൻ എങ്ങനെയാണോ അതുപോലെ നോമ്പുകാരനായി തുടരുകയാണ് വേണ്ടത്. അതിനു പുറമെ ഈ ഒരു നോമ്പ് പിന്നീടൊരു ദിവസം ഖളാ വെട്ടുകയും ചെയ്യൽ നിർബന്ധമാണ്. ഇനി പരിശുദ്ധമായ റമദാനെ സംബന്ധിച്ചിടത്തോളം റമദാൻ നോമ്പിന് എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്, നിയ്യത്ത് ചെയ്യേണ്ടതിന്റെ ശരിയായ പൂർണ്ണമായ രൂപം എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. ചിത്രത്തിൽ എഴുതി കാണിക്കുന്നത് പോലെ നവയിത്തു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമദാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല. അറബി വായിക്കാൻ പ്രയാസമുള്ളവർക്ക് അതിൻ്റെ മലയാളം രൂപത്തിലും എഴുതി കൊടുത്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മലയാളം വരുന്നത്, ഈ കൊല്ലത്തെ റമദാൻ മാസത്തിലെ നാളത്തെ ഫർള് നോമ്പിന് അല്ലാഹു തആലയ്ക്ക് വേണ്ടി അദാ ആയി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി. ഇങ്ങനെയാണ്, ഈ രൂപത്തിലാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. ഈ ഒരു നിയ്യത്ത് പൂർണ്ണമായ നിയ്യത്താണ്, അഥവാ സുന്നത്തും ഫർളൊക്കെ ചേർന്നിട്ടുള്ള നിയ്യത്താണ്. നവൈത്തു സൗമ ഫർളി റമദാന, പരിശുദ്ധമായ ഫർളാക്കപ്പെട്ട റമദാൻ മാസത്തിലെ നോമ്പിനെ ഞാൻ കരുതി എന്നുള്ളത് മാത്രമാണ് നിർബന്ധം. എങ്കിലും പൂർണ്ണമായും ചെല്ലലും അതുപോലെ തന്നെ മനസ്സിൽ കരുതലൊക്കെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു നിയ്യത്ത് പറയുന്ന സമയത്ത് നിയ്യത്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ചില ആളുകൾക്കുള്ള സംശയമാണ് നവൈത്തു സൗമ ഗദിൻ, നാളത്തെ നോമ്പിനെ ഞാൻ കരുതി എന്നുള്ളതാണല്ലോ പറയുന്നത്. അപ്പോൾ അത്താഴ സമയത്ത് നമ്മൾ ഈ നിയ്യത്ത് വെക്കുകയാണെങ്കിൽ നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത് എന്നുള്ളൊരു സംശയം സാധാരണയായിട്ട് വരാനുള്ളതാണ്. എന്നാൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഗദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രാത്രിക്ക് ശേഷം വരുന്ന പകൽ എന്നത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അത്താഴ സമയത്താണെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ മുമ്പാണെങ്കിലും നിയ്യത്ത് വെക്കേണ്ട രൂപം ഇത് തന്നെയാണ്. നവൈത്തു സൗമ ഗദിൻ, നേരത്തെ പറഞ്ഞതുപോലെ ആ പൂർണ്ണമായുള്ള നിയ്യത്ത് തന്നെയാണ് വെക്കേണ്ടത്. ഏത് എന്നതിന് അത്താഴ സമയത്താണെങ്കിലും മാറ്റമൊന്നുമില്ല. കൂടുതൽ നീട്ടി വലിച്ചു പറഞ്ഞ് വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. എന്തായാലും നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ പരിശുദ്ധമായ റമദാനിലെ ഈ രാത്രികളിൽ നിങ്ങളുടെ ദുആയിൽ പ്രത്യേകം ഉൾപ്പെടുത്തുകയും ചെയ്യുക. വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തും.